ഈ വീഡിയോയിൽ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുളോംസ് ലോ ഫ്രം ഗോസസ് ലോ. പല തവണ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കുളോംസ് ലോ ഡിറൈവ് ചെയ്യണം എവിടെ നിന്ന്? ഗോസസ് തിയറത്തിൽ നിന്ന്. കുളോംസ് ലോ എവിടെ നിന്ന് ഡിറൈവ് ചെയ്യണം? ഗോസസ് തിയറത്തിൽ നിന്ന് ഡിറൈവ് ചെയ്യണം. ഇത് രണ്ടും നമ്മൾ ആൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. ഗോസസ് തിയറവും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, കുളോംസ് ലോയും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം? ഗോസസ് തിയറത്തിൽ നിന്ന് തുടങ്ങണം. എവിടെ എത്തണം? കുളോംസ് ലോയിൽ എത്തണം. അപ്പോൾ എന്താണ് ഇതിൻ്റെ ബേസിക് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സിമ്പിളായിട്ട് ഇത് ഡിറൈവ് ചെയ്തെടുക്കുക. നോക്കാം എങ്ങനെയാണ് തുടങ്ങുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയും മാത്രമേ ഉള്ളൂ. എവിടെ നിന്ന് തുടങ്ങണം? ഗോസസ് തിയറത്തിൽ നിന്ന് തുടങ്ങണം. ഗോസസ് തിയറം എന്താണ്? φ = ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds = Q/ε0. അപ്പോൾ ഗോസസ് തിയറത്തിൽ നിന്ന് ഞാൻ തുടങ്ങാൻ പോവുകയാണ്. ഗോസസ് തിയറത്തിൽ നിന്ന് തുടങ്ങാൻ വേണ്ടി നമുക്കറിയാം, നമ്മളൊരു പോസിറ്റീവ് പോയിൻറ്റ് ചാർജാണ് എടുക്കുന്നത്. Q എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് പോയിൻറ്റ് ചാർജ് എടുത്തു. ആ പോയിൻറ്റ് ചാർജിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഗോഷൻ സർഫസ് വരയ്ക്കുമല്ലോ. ഒരു പോസിറ്റീവ് പോയിൻറ്റ് ചാർജിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന ഗോഷൻ സർഫസ് ഏതായിരിക്കും? ഒരു സ്പെറിക്കൽ ഗോഷൻ സർഫസ് ആയിരിക്കും. എന്തൊരു ഗോഷൻ സർഫസ് ആയിരിക്കും? ഒരു സ്പെറിക്കൽ ഗോഷൻ സർഫസ് ആയിരിക്കും. എന്തൊരു ഗോഷൻ സർഫസ്? ഒരു സ്പെറിക്കൽ ഗോഷൻ സർഫസ് ആയിരിക്കും. ഇനി ഗോസസ് ലോ ആണല്ലോ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഗോസസ് ലോ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു എലമെൻ്റൽ ഏരിയ ഇവിടെ കൺസിഡർ ചെയ്തു. ഇതാണ് എൻ്റെ എലമെൻ്റൽ ഏരിയ എന്ന് വിചാരിക്കുക. അതിനെ ഞാൻ DS എന്ന് വിളിച്ചു. DSൻ്റെ ഡയറക്ഷൻ ഏരിയ ആണല്ലോ. ഏരിയ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണല്ലോ. ആ വെക്ടർ ക്വാണ്ടിറ്റിയുടെ ഡയറക്ഷൻ, അതായത് ഏരിയ വെക്ടറിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഇതാ ഇങ്ങോട്ടായിരിക്കും. ഇതാണല്ലോ R ഡയറക്ഷൻ, ഏരിയ വെക്ടറിൻ്റെ ഡിറക്ഷൻ. ഇനി ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? കാരണം പോസിറ്റീവ് പോയിൻറ്റ് ചാർജ് ആയതുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും എങ്ങനെയായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. ഇതാണ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. ഞാൻ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞത്? നമുക്ക് എവിടെ നിന്ന് തുടങ്ങണം? ഗോസസ് തിയറത്തിൽ നിന്നല്ലേ തുടങ്ങേണ്ടത്. ഗോസസ് തിയറം എന്താ പറയുന്നത്? അക്കോർഡിംഗ് ടു ഗോസസ് തിയറം വി നോ φ = Q/ε0. എന്താണ്? φ = Q/ε0. ഇനി φ എങ്ങനെ എഴുതാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds = Q/ε0. ഇങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചേക്കുന്നത്. ഇനി നമ്മൾ തൊട്ട് മുമ്പത്തെ ഡെറിവേഷൻ പഠിച്ച അതേ ഫോർമാറ്റ് തന്നെ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അതെങ്ങനെ മാറ്റാം? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds cos θ = Q/ε0. ഇപ്പം മനസ്സിലായി കാണും ഞാൻ എന്തിനു വേണ്ടി ഇതൊക്കെ പറഞ്ഞത്. ആരൊക്കെ തമ്മിലുള്ള ആംഗിൾ നോക്കണം? തീറ്റ നോക്കണ്ടേ? ആംഗിൾ നോക്കണ്ടേ? ആരൊക്കെ തമ്മിലുള്ളത് നോക്കണം? ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ളത് നോക്കണം. ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും തമ്മിലുള്ള ആംഗിൾ ഒന്ന് നോക്കിയാൽ ഇവിടുത്തെ പോസിറ്റീവ് പോയിൻറ്റ് ചാർജാണ്. അതുമൂലം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. നമ്മൾ ഈ പോയിന്റിലെ ഒരു ഏരിയ എലമെൻ്റൽ ഏരിയ കൺസിഡർ ചെയ്തു. ഏരിയ വെക്ടർ എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കും? റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. സ്വാഭാവികമായിട്ടും തീറ്റയുടെ വാല്യൂ എത്രയായിരിക്കും? ഇവിടെ ഇലക്ട്രിക് ഫീൽഡും ഏരിയ വെക്ടറും ഒരേ ഡിറക്ഷനിലല്ലേ. അപ്പോൾ തീറ്റയുടെ വാല്യൂ ഇവിടെ എത്രയായിരിക്കും? 0. തീറ്റയുടെ വാല്യൂ എത്രയാണ്? 0. എത്രയാണ് തീറ്റയുടെ വാല്യൂ? 0. തീറ്റയുടെ വാല്യൂ 0 ആയതുകൊണ്ട് കോസ് 0യുടെ വാല്യൂ എത്രയായിരിക്കും? കോസ് 0യുടെ വാല്യൂ എത്രയായിരിക്കും? 1 ആയിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ E.ds = എന്തെന്ന് മാറും? Q/ε0 എന്ന് മാറില്ലേ. ഇനി ഇതൊരു സ്പെറിക്കൽ ഗോഷൻ സർഫസ് ആണ്. അതായത് ഇതിൻ്റെ റേഡിയസ് എത്രയാണ്? R ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സ്പെറിക്കൽ സർഫസിൻ്റെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ചേഞ്ച് സംഭവിക്കുക ഇല്ല. കാരണം എന്താണ്? ഡിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഈ ഇൻ്റഗ്രേഷനകത്തുനിന്ന് എനിക്ക് ആരെ പുറത്തെടുക്കാം? ഇലക്ട്രിക് ഫീൽഡിനെ പുറത്തെടുത്തൂടെ? അപ്പോൾ എങ്ങനെ എഴുതാം? E × ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds = Q/ε0. ഓക്കെ, ഇനി ആരെ കണ്ടുപിടിച്ചാൽ മതി? ഡിഎസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഡിഎസിൻ്റെ വാല്യൂ എന്താ? ഡിഎസ് എന്ന് വെച്ചാൽ എന്താ? എലമെൻ്റൽ ഏരിയ. അപ്പോൾ എലമെൻ്റൽ ഏരിയ എന്ന് വെച്ചാൽ ഒരു സ്മോൾ പോർഷനാണ്. നമുക്ക് വേണ്ടത് എന്താണ്? ടോട്ടൽ ഏരിയ ആണ് വേണ്ടത്. കാരണം ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds ആണ്. ds എന്ന് പറയുന്നത് ചെറിയ എലമെൻ്റൽ ഏരിയ. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ds എന്ന് പറയുന്നത് അവിടുത്തെ ടോട്ടൽ ഏരിയ. അപ്പോൾ എങ്ങനെ എഴുതാം? E × ടോട്ടൽ ഏരിയയുടെ വാല്യൂ എത്രയായിരിക്കും? ഇതൊരു സ്പിയർ അല്ലേ. ആ റേഡിയസ് ഉള്ള ഒരു സ്പിയറിൻ്റെ ടോട്ടൽ ഏരിയ എത്രയായിരിക്കും? സ്പിയറിൻ്റെ ഏരിയയുടെ എക്സ്പ്രഷൻ എന്താണ്? 4πr². എത്രയായിരിക്കും? 4πr². ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡിഎസിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 4πr². അപ്പോൾ എങ്ങനെ എഴുതാം? E × 4πr² = Q/ε0. കുഴപ്പമില്ലല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് എനിക്ക് ഇയുടെ വാല്യൂ എന്ത് കിട്ടും? E = എന്തെന്ന് കിട്ടും? ഇയുടെ വാല്യൂ എത്ര കിട്ടും? 1/4π
എപ്സിലോൺ നോട്ട് Q/r² എന്ന് കിട്ടിയില്ലേ? ഇവിടുത്തെ ഇയുടെ വാല്യൂ എത്ര കിട്ടി? 1/4πε0 Q/r². നമുക്ക് ഇപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കൂളോംസ് ലോ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. എന്താണ് ഡിറൈവ് ചെയ്യേണ്ടത്? കൂളോംസ് ലോ ആണ് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പോൾ കൂളോംസ് ലോ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ കൂളോംസ് ലോ എന്ന് പറയുന്നത് ആരാണ്? ഫോഴ്സാണ്. കൂളോംസ് ലോ ആരുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സുമായിട്ട് റിലേറ്റ് ചെയ്ത്. ഈ ഏതെങ്കിലും ഒരു പോയിന്റിലെ കൂളോം ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ, ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ആ ഇലക്ട്രിക് ഫീൽഡ് എക്സ്പീരിയൻസ് ചെയ്യുന്ന റീജിയനിൽ ആരെ വെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്? ടെസ്റ്റ് ചാർജിനെ വെക്കണം. ആരെ വെക്കണം? ഒരു ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ടെസ്റ്റ് ചാർജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ ഏതാണ്? Q0. അപ്പോൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജിനെ വെച്ചാൽ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ എക്സ്പ്രഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്രയാണ്? അതായത് ഫ്രം ദ ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് എനിക്ക് എന്തെഴുതാം? E = എന്താണ്? F/Q0 ആണല്ലോ. ഇതാണല്ലോ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ. നമ്മൾ തൊട്ട് മുമ്പുള്ള വീഡിയോസിൽ പഠിച്ചിട്ടുണ്ട്. E = F/Q0. അങ്ങനെ ഉണ്ടെങ്കിൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? F = Q0 × E ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഫോഴ്സിലോട്ട് വരുന്നതെന്ന് മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷനാണ് ഇവിടെ പറഞ്ഞു നിർത്തിയേക്കുന്നത്. ആ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി മൂലം അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് മൂലം അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആ പോയിന്റിലോട്ട് നമ്മൾ ആരെ പ്ലേസ് ചെയ്യണം? ഒരു ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്യണം. അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡിനകത്തോട്ട് ഒരു ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും? F = Q0 × E. അതെങ്ങനെ വന്നതെന്ന് മനസ്സിലായോ? ഫ്രം ദി ഡെഫിനിഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E = എനിക്ക് എന്തെന്ന് എഴുതാം? F/Q0 എന്ന് എഴുതി കൂടായോ? അങ്ങനെയാണെങ്കിൽ F = എന്തെന്ന് എഴുതാം? Q0 × E. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈയുടെ എക്സ്പ്രഷനകത്തോട്ട് ആരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഒരു ടെസ്റ്റ് ചാർജിനെയും കൂടി വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറും? എക്സ്പ്രഷൻ എങ്ങനെ മാറും? F = ഇതാ നോക്കി കാണാം. F = എങ്ങനെ മാറും? ഇക്ക് പകരം എനിക്ക് എന്തെഴുതാം? 1/4πε0 Q/r². ഇനി അവിടെ ആരെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം, ടെസ്റ്റ് ചാർജിനെയും കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തെഴുതാം? അപ്പോൾ മൊത്തത്തിൽ എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെ മാറി? F = 1/4πε0 Q/r². ദാറ്റ് ഈസ് എക്സ്പ്രഷൻ ഫോർ കൂളോം ഫോഴ്സ്. ഇതാണ് ആരുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്? കൂളോം ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ് വന്ന് കിട്ടിയെന്ന് മനസ്സിലായോ? ആദ്യം എന്ത് ചെയ്തു? നമ്മൾ ഗോസസ് ലോയിൽ നിന്നാണ് പ്രൂവ് ചെയ്തെടുക്കേണ്ടത്. ഗോസസ് ലോയിൽ നിന്നും പ്രൂവ് ചെയ്തെടുക്കണമെങ്കിൽ ആദ്യം നമ്മളൊരു പോസിറ്റീവ് പോയിന്റ് ചാർജ് വെച്ചു. അതിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് ആരെ വരച്ചു? ഒരു സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് വരച്ചു. സ്പെറിക്കൽ ഗോഷ്യൻ സർഫസ് വരച്ചിട്ട് ഗോസസ് ലോയുടെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആരെ കണ്ടുപിടിച്ചു? അവിടുന്ന് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് എക്സ്പ്രഷൻ അല്ല വേണ്ടത്, പകരം ആരെയാണ് വേണ്ടത്? കുളോംസ് ലോ ആണ് വേണ്ടത്. കുളോംസ് ലോ എന്ന് പറയുമ്പോൾ അവിടെ ആരെ കൊണ്ടുവരണം? നമ്മൾ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ കൊണ്ടുവരണം. ഇലക്ട്രിക് ഫീൽഡ് ഉള്ളിടത്ത് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടോട്ട് ആരെ പ്ലേസ് ചെയ്യണം? ഒരു ടെസ്റ്റ് ചാർജിനെ പ്ലേസ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഫ്രം ദ ഡെഫിനേഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി E = F/Q0 എന്ന് എഴുതാമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഫോഴ്സ് എന്ത് കിട്ടും? F = Q0 × E. ഈയുടെ എക്സ്പ്രഷൻ ആൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അവിടോട്ട് ആരെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? ടെസ്റ്റ് ചാർജിൻ്റെ വാല്യൂ വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? F = 1/4πε0 Q/r². ഇത് തന്നെയല്ലേ നമ്മൾ കൂളോം ഫോഴ്സിനകത്ത് പഠിച്ചത്? അവിടെ 2 ചാർജ് Q1 Q2 ആയിരുന്നു. ഇവിടെ 2 ചാർജ്, ഒന്ന് Q1 ഒന്ന് Q0 ആയി. ഓക്കെ.